ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A4 കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോറി. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. യഹൻ ആൻഡ് ഡോണ വ്ളോഗ്സിൽ നിന്ന് A4 കിച്ചണിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഡോണറ്റാണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിൽ ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈസ്റ്റാണ് ഇടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി അതിലോട്ട് കുറച്ച് വാനില എസൻസ്, ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ ഈസ്റ്റും ചെറു ചൂടുള്ള പാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് നമ്മുടെ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. കുറച്ചും കൂടി ഉണ്ടായിരുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതാ ഞാനിവിടെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനൊരു നനഞ്ഞ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്കെന്താ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വെച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചോക്ലേറ്റ് എല്ലാ സൈഡൊന്ന് മെൽറ്റായിന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചൂട് കൊണ്ടിട്ടാണ് അത് മെൽറ്റ് ആവുന്നത്. ദാ നമ്മൾ നേരത്തെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ കുഴച്ചെടുക്കണം.
അപ്പം നമ്മൾ ഈ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഒട്ടിപ്പുണ്ടാവും. അത് മാറാനായിട്ട് നമുക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ കുഴച്ചെടുത്തത് ഒന്ന് പരത്തി കുറച്ച് കട്ടിയോടെ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മുടെ ആ ഒരു കോലിലൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പിന്നെ കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുക്കി കട്ടറൊന്നും ഉണ്ടാകത്തില്ല. അപ്പം കുറച്ച് വായുവട്ടമുള്ള ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസ്സോ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ മിഡിലിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഒരു നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഞാൻ വറുത്തെടുക്കുവാണ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്തെടുത്തത് നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ച ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് എടുത്ത് ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ ഞാൻ ചെയ്തത്, ഒരു വൈറ്റ് സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വൈറ്റ് ചോക്ലേറ്റ് അല്ല. ആ ഒരു റെസിപ്പി അല്ലെങ്കിൽ ആ ഒരു ടിപ്പ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഒരു വെനില ഫ്ലേവറായിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ.